സൃഷ്ടികളെ രക്ഷിക്കുന്ന ഏകദൈവം വിശ്വപ്രകൃതിയായ ദേവിയാണെന്ന്, പ്രപഞ്ചശക്തിയാണെന്ന്, പരാശക്തിയാണെന്ന് സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ വെളിപാട് കൊണ്ട മഹർഷിമാരുടെ കർമ്മഭൂമിയാണ് ഭാരതം. ഗുരു ശിഷ്യന് പ്രപഞ്ച തത്വം പറഞ്ഞു കൊടുത്തു. ശിഷ്യന് തലയിൽ വയ്ക്കാനൊന്നുമില്ല. അങ്ങനെ വന്നാൽ ശിവലിംഗം, അതാണ് ആദ്യം വന്ന ശിവലിംഗം എന്ന് പറഞ്ഞത്. തലയിൽ വയ്ക്കാൻ ഒരു ശിവലിംഗം കൊടുത്താൽ ശിവായ എന്ന് പറഞ്ഞാൽ മംഗളമായിട്ടുള്ള ശിവനല്ലാത്തായിട്ട് പ്രകൃതിയിലൊന്നുമില്ല. പിന്നെ നാരായണൻ രശ്മിയിൽ സഞ്ചരിക്കുന്നവൻ, നാരത്യായനം ചെയ്യുന്നവൻ, കാളി എന്ന് പറഞ്ഞാൽ ക്രിയാശേഷി, വൈകുണ്ഠം തന്നെ ദുഃഖമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഹിന്ദുവിൻ്റെ ഇതിനൊക്കെ വളരെ ഘനമായ അർത്ഥമുണ്ട്, വളരെ സംഗതികളുണ്ട്. പിന്നെ നമ്മൾ കഥകളിലേക്ക് കണ്ട് പോവുകയാണെങ്കിൽ അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ പലതും പറഞ്ഞു. പുഷ്പവിമാനത്തെ കുറിച്ച് രാമായണത്തിൽ പറയുന്നുണ്ട്. അതിനൊരു ചിത്രമുണ്ട്, റൈസഗോതമ കണ്ടുപിടിക്കുന്ന കാര്യമല്ലോ. അതൊക്കെ വളരെ നല്ല സംസ്കാരമാണ് പഴയത്. പിന്നെ ഇന്നത്തെ ശാസ്ത്രത്തിന് അത്രയൊന്നും എത്തിയില്ല. അത് പിന്നെ അത്രയും അവിടെ എത്തിയില്ല ആ കാലത്ത്. ഇന്നിപ്പോൾ ക്യാമറയിൽ എടുത്ത് പിടിച്ച് ഗാലക്സിയും സംഗതികളും ഫോട്ടോ എല്ലാം വരുന്നുണ്ട്. ക്ലോണിങ്ങിലൂടെ മനുഷ്യനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞാൽ അതിശക്തി ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. അത് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമ്പോൾ പിന്നെ വേറെ ആൾക്ക് മെനക്കെട്ടേണ്ട ആവശ്യമില്ലല്ലോ, അവർ ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവം. അങ്ങനെ നമ്മൾ പോയിട്ട് അങ്ങനെ മഹാഭാരതത്തിലേക്ക് എടുത്താൽ ഒരു 5-8 കുടങ്ങളിലാക്കി 100 ആളെങ്ങനെ നമ്മൾ ഈ ക്ലോണിങ് ഉണ്ടാക്കും പോലെ മാംസപിണ്ഡങ്ങളാക്കിയിട്ട് 100 മനുഷ്യന്മാരൊക്കെ അങ്ങനെ ഉണ്ടാക്കിയുള്ള കഥകൾ വരുന്നുണ്ട്. കഥ എല്ലാവർക്കും അറിയുന്നവർക്ക് അറിയാലോ. അങ്ങനെയൊക്കെ ഇവർക്കുണ്ടെങ്കിൽ പിന്നെ ഈ ആരെയും ഇവിടെ സംസ്കാരം നിഷേധിക്കല്ല. ക്ഷേത്ര സംസ്കാരമുണ്ട്, തന്ത്രമന്ത്രാഗമ ശാസ്ത്രപ്രകാരം തപസ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. നിർവികൽപ്പ സമാധിയിൽ പോകുന്നുണ്ട്, ബോഡി ടച്ച് പോകുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതൊന്നും ചെറുതായി കാണില്ല. ഈ സംഗതിയാണ്. ഇങ്ങനെ 101 ആൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയെന്ന് ആരൊക്കെയോ വേറെ ആളും പറഞ്ഞു ഹിന്ദു മതത്തിലൂടെ അങ്ങനെ ഉണ്ടാക്കുകയാണ്. പൊന്നര സ്വാമി ഈ 101 ഉണ്ടാക്കണതിന് വ്യാസനൊക്കെ ഇപ്പോൾ ദൈവത്തിൻ്റെ അടുത്തുള്ള ആളെ വേദങ്ങളൊക്കെ അറിയുന്ന അവർക്ക് പറഞ്ഞൂടെ ദൈവം വിളിച്ചിട്ട് ഞങ്ങൾ എത്ര ഗതിയായിട്ട് 101, നിങ്ങൾ നല്ലതുപോലത്തെ ഒരു 10-100 ആളുണ്ടാക്കി തരാം. അങ്ങനെ ശരിക്കും ദൈവത്തിന് പക്ഷാപാതത്തിൽ ഇങ്ങനെ വേറെ വേറെ ആളുണ്ടാക്കാൻ പറ്റില്ല. ഒരു 101 ആൾക്കാരെയോ 100 നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി തന്നാട്ടെ. നബിനെന്തിനാ ഞങ്ങൾ ഈ ഗതിയിടണം ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഒറ്റ സൃഷ്ടി മതിയല്ലോ, കൈകൊണ്ടാണ്ട് വെച്ചിട്ട് വേണ്ടാവട്ടെ. 101 മനുഷ്യരുണ്ടായി വരട്ടെ പല രൂപത്തിൽ. നല്ല ദൈവമാണ്, എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കാം. ഇതിനൊന്നും കാര്യമില്ല. ഇതൊക്കെ ഒരു അങ്ങനെ ക്ലോണിങ്ങിൽ ഉണ്ടാവാതിരിക്കാനെ പറ്റി ഇപ്പോൾ പറയില്ല. ഇന്നിപ്പോൾ ക്ലോണിങ്ങിൽ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ആ കാലഘട്ടത്തിൽ സംസ്കാരമുള്ള മനുഷ്യർ ജീവിച്ചിരുന്നു എന്ന് പറയാം. കുറേ അണ്ടഘടകത്തെ പറ്റി കുറേയൊക്കെ പറയുന്നുണ്ട്. അത്രയും അവിടെ എത്തിയില്ലേ. പിന്നെ മാനസിക തലത്തിൽ അവർ വെള്ളം ഉയർന്നവരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാധികളും മനുഷ്യൻ പ്രകൃതിയിലൊരു ജീവി മാത്രമല്ലേ. നീലത്തിമിംഗലം മുൾക്ക് മറ്റേ അമീബ വിരലയിൽ കരയിലെ ജീവി മനുഷ്യനൊരു ജീവി മാത്രമാണ്. മനുഷ്യന് പിന്നെ എന്താ ചെന്നൊക്കെ ഇപ്പോൾ ഉറുമ്പ് അതിനേക്കാളും വലിയ ഭാരം ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഉറുമ്പ് മോശക്കാരനാണോ? കാക്ക ഒരു തുണ്ടം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ ഓടിയെടുക്കുന്നുണ്ട്. കാക്ക മോശക്കാരനാണ്? അപ്പോൾ അതൊന്നുമല്ല. അപ്പം അങ്ങനെ എല്ലാ ജീവികൾക്കും അതിൻ്റേതായ പ്രത്യേകത. മനുഷ്യന് മനനം ചെയ്തുകൊണ്ട് ഉയർന്ന തലത്തിലേക്ക് പോകാൻ, ശരീരമല്ലാന്ന് ബോധത്തിലേക്ക് പോകാനൊരു കഴിവുണ്ട്. ബോഡി ടച്ച് പോകാൻ അങ്ങനത്തെ ഒരു കഴിവ് മനുഷ്യനുണ്ട്. അതന്നെ മനുഷ്യന് പിരിക്കാൻ പറ്റും. ശാന്തമായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ മനസ്സ് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നതിന് ഫലം കിട്ടിക്കൊണ്ടേ നിൽക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലം എല്ലാവരും യദ്ഭാവി തദ്ഭവതി, എങ്ങനെ ഭാവിക്കുന്നു അതുപോലെ ഭവിക്കും. അല്ലാതെ ഇവിടെ നമ്മളെ ആരും ഒരു സൃഷ്ടിക്കുന്നില്ല, സംഹരിക്കുന്നില്ല. പ്രകൃതി നിയമത്തിനനുസൃതമായി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുന്നു.